അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 2024-25 വർഷത്തെ മോഡൽ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. 3ാം ക്ലാസ്സിൻ്റെതാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പരീക്ഷയ്ക്കുള്ളത് 60% മദ്രസയിലെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും 40% 3ാം ക്ലാസ്സിലെ സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ വരിക. ചോദ്യം 1. തീർച്ചയായും ഇതിന് അഥവാ ഖുർആനിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം. ഇത് നമ്മുടെ ദുറൂസ് 2ാം ഭാഗത്തിലുള്ളതാണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അലി റളിയല്ലാഹു അൻഹു, 3 അത്തുബത്ത്, 4 വലീദ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത്തുബത്താണ് ഉത്തരം. ചോദ്യം 2. പരിപാലനമില്ലാത്ത വീടിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു. ഓപ്ഷൻസ്: ഖുർആൻ അല്പമെങ്കിലും മനസ്സിലില്ലാത്തവരെ, ഖുർആൻ ഓതാത്തവരെ, ഖുർആൻ പഠിക്കാത്തവരെ, ഖുർആനിനെ ബഹുമാനിക്കാത്തവരെ. ഉത്തരം: ഖുർആൻ അല്പമെങ്കിലും മനസ്സിലില്ലാത്തവരെ. 3. ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാവാൻ കാരണം. ഓപ്ഷൻസ്: ഇബാദത്ത് ചെയ്യാതിരുന്നത്, ആദരിക്കാതിരുന്നത്, പാപം ചെയ്തത്, അക്രമിയായത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആദരിക്കാതിരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അവിടെ ആദരിച്ചില്ല, അതുകൊണ്ടാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടത്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ ഉപ്പാപ്പയാരാണ്? ഓപ്ഷൻസ്: അബൂ താലിബ്, അബ്ദുള്ള, അബൂ ലഹബ്, അബ്ദുൽ മുത്തലിബ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, അബ്ദുൽ മുത്തലിബ്. 5. മേഘം എന്നർത്ഥമുള്ള പദം. ഓപ്ഷൻസ്: റഅദ്, മുസ്ന്, അസ്ന്, ബർഖ്. ഓപ്ഷൻ ബി മുസ്ന്. ചോദ്യം 6. താഴെ കൊടുത്തവയിൽ തെറ്റായ വാചകം ഏതാണ്? ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അള്ളാഹുവിനൊപ്പം വേറെയും ദൈവങ്ങളുണ്ട്, അള്ളാഹുവിനെ എല്ലാം ആശ്രയിക്കുന്നു. ഓപ്ഷൻ സി ആണ് തെറ്റായ വാചകം. അള്ളാഹുവിനൊപ്പം വേറെയും ദൈവങ്ങളുണ്ട് എന്നതാണ് തെറ്റ്. അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറെ ദൈവങ്ങളില്ല. 7. സത്യവിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യം. ഓപ്ഷൻസ്: സുജൂദ് ചെയ്യൽ, സലാം പറയൽ, ദുആ ചെയ്യൽ, സഹായിക്കൽ. ഓപ്ഷൻ ബി ആണ് സലാം പറയൽ. 8. ഹാജർ ബീബിയും റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും മക്കയിലേക്ക് വന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ്: ഷാമിൽ നിന്ന്, അറേബ്യയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്. ഇറാഖിൽ നിന്നാണ് ആൻസർ. 9. അള്ളാഹുവിന്റെ സൈന്യം എന്ന് വിളിക്കപ്പെടുന്നവർ ആരാണ്? ഓപ്ഷൻസ്: നബിമാര്, മലക്കുകൾ, വലിയുകൾ, ജിന്നുകൾ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മലക്കുകളാണ്. 10. ഉറങ്ങുമ്പോൾ ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലേണ്ടത് എപ്പോഴാണ്? ഓപ്ഷൻസ്: വിരിപ്പ് കുടയുമ്പോൾ, ആയത്തുൽ കുർസി ഓതുന്നതിന് മുമ്പ്, കട്ടിലിൽ ഇരുന്ന ശേഷം, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന ശേഷം. ഇതാണ് ശരി. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന ശേഷമാണ് ബിസ്മിക റബ്ബി വളഅതു ജംബി തുടങ്ങുന്ന ദിക്ർ ചൊല്ലേണ്ടത്. 11. ആദ്യമായി കാബ പണിതത്. ആരാണ് ആദ്യം കാബ നിർമ്മിച്ചത്? ഓപ്ഷൻസ്: മലക്കുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മലക്കുകളാണ് ആദ്യമായി കാബ പണിതത്. അടുത്ത ചോദ്യം, ഇവിടെ കുറച്ച് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള ചിഹ്നങ്ങളാണ്. റോഡ് മുറിച്ച് കടക്കാനുള്ള സ്ഥലം എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഇതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 13. അറിവ് നേടുന്നവർക്ക് ചിറകിന്റെ തണൽ നൽകും ആര്? തുയൂറ്, മലായിക്ക, ജുനൂന്, ഹീത്താന്. മലായിക്കത്ത്. 14. താഴെ കൊടുത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാരാണ്? ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? ഔലിയ, അതുപോലെ അംബിയ, നബിമാര്, അള്ളാന്റെ വലിയുകള്, അതുപോലെ ഉലുൽ അസ്മ. ഉലുൽ അസ്മകളായ 5 പ്രവാചകന്മാരുണ്ടല്ലോ, അവരാണോ അതോ മുർസലുകളാണോ? ഈ കൂട്ടത്തിൽ നിന്ന് ആരാണ്? ഓപ്ഷൻ സി ആണ്. ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. അടുത്തത്, മുഖത്തുള്ള സ്റ്റിക്കർ പറിക്കാതെ നബിയില് വുളൂ ചെയ്തു. ആ വുളൂ ശരിയല്ല, കാരണം എന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്: ഷർത്ത് ശരിയായില്ല, ഫർള് ഒഴിവാക്കി, സുന്നത്ത് ഒഴിവാക്കി, കറാഹത്ത് ചെയ്തു.
ഉത്തരം ഷർത്ത് ശരിയായില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വുളൂവിന്റെ ഷർത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാലാമത്തത് വെള്ളം ചേരുന്നത് തടയുന്ന പെയിന്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. ഇവിടെ സ്റ്റിക്കർ ഉണ്ടായാലും അതേപോലെ തന്നെയാണ്. മുഖത്ത് വെള്ളമാകില്ല. അപ്പോൾ ഇവിടെ ഷർത്ത് ശരിയായിട്ടില്ല. 16 വുളൂഇന്റെ ഫർളായ നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഓപ്ഷൻസ് ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? മുൻകൈ കഴുകുമ്പോൾ, മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ, വുളൂഇന്റെ തുടക്കത്തിൽ, എപ്പോഴെങ്കിലും നിയ്യത്ത് ചെയ്താൽ മതിയോ? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് വുളൂഇന്റെ ഫർളായ നിയ്യത്ത് ചെയ്യേണ്ടത്. സുന്നത്തായ നിയ്യത്ത് വേറെയുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫർളായ നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ. ഓക്കെ. 17 ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വൃത്തിയാക്കേണ്ട നജസ് ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? നായ തൊട്ടത്, പൂച്ചമൂത്രമായത്, കോഴി മലിനമാക്കിയത്, രക്തം കൊണ്ട് നജസായത്. ഏതാണ്? നായ തൊട്ടതാണ്. 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാണ് നായ തൊട്ടത് വൃത്തിയാക്കേണ്ടത്. 18 താഴെ കൊടുത്തവയിൽ ഇടത് കാൽ വെച്ച് പ്രവേശിക്കേണ്ട സ്ഥലം. ഈ സ്ഥലത്തേക്ക് കയറുമ്പോൾ ഇടത് കാലാണ് ആദ്യം മുന്തിക്കേണ്ടത്. ഏതാണ്? ടോയ്ലറ്റ്, വീട്, വിദ്യാലയം, വാഹനം. വാഹനമല്ല, വിദ്യാലയമല്ല, സ്കൂളല്ല, വീടല്ല. ഏതാണ്? ടോയ്ലറ്റ് ആണ് ആൻസർ. 19 നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ച് ശരീരം മുഴുവൻ മറക്കണം. ആരാണ്? ഏതൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? പുരുഷന്മാര്, വൃദ്ധന്മാര്, സ്ത്രീകള്, സ്ത്രീയും പുരുഷനും. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്ത്രീകളാണ്. 20 അക്ഷരം പുറപ്പെടുന്ന സ്ഥാനത്തിന് പറയുന്ന പേര്. ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? സിഫത്ത്, മഹ്റജ്, ഹർഫ്, തഫ്ഹീം. ഓപ്ഷൻ ബി ആണ് ആൻസർ. മഹ്റജ്. 21 ഖുർആൻ പാരായണത്തിന്റെ അദബുകളിൽ പെടാത്തത് ഏതാണ്? ഏതൊക്കെ ഓപ്ഷൻ ഉള്ളത്? ഖിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കുക, പാരായണത്തിനിടയിൽ സംസാരിക്കാതിരിക്കുക, അമിത ശബ്ദത്തിൽ ഓതുക, വൃത്തിയുള്ള സ്ഥലത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അമിത ശബ്ദത്തിൽ ഓതുക അഥവാ ഉച്ചത്തിൽ ഓതുക എന്ന ഖുർആൻ പാരായണത്തിന്റെ മര്യാദകളിൽ പെടാത്തതാണ്. അടുത്തത് 22ാമത്തെ ചോദ്യം. തിൽക്ക ഉമ്മത്തുൻ. ഈ ഉദാഹരണത്തിലെ മീമിനെ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: ഉന്നത്ത് ചെയ്യണം, ഇഖ്ലാബ് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം, മദ് ചെയ്യണം. ഓപ്ഷൻ എ ആണ്. ഉന്നത്ത് ചെയ്യണം. തിൽക്ക ഉമ്മത്തുൻ അങ്ങനെയാണ് ഓതേണ്ടത്. മീമിനെ ഉന്നത്ത് ചെയ്യണം. 23 ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഓപ്ഷൻസ്: സ്വാദ് ലോദ്, ഫ ഖാഫ്, ഐന് ഹ, ലാമ് കാഫ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഐന് ഹ. 24 തൻവീനിനെ ഉന്നത്ത് ചെയ്യാതെ ചേർത്ത് ഓതിയതിന് ഉദാഹരണം. ഇവിടെ ഉന്നത്ത് ചെയ്യാതെ ചേർത്തി ഓതിയ ഉദാഹരണം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? മുഹമ്മദുർ റസൂലുള്ള, അജ്റം വഹും, അദാബും മുഹീൻ, ഖൈറയ്യറ. ഓപ്ഷൻ എ ആണ്. മുഹമ്മദുർ റസൂലുള്ള. ഇവിടെ നമ്മൾ ഉന്നത്ത് ചെയ്തിട്ടില്ല. രണ്ടാമത്തത് അജ്റം വഹും, തൻവീനേഷൻ വാവാണ്, ഇതാംബികുന്നയാണ്. അജ്റം വഹും. സി ഏതാണ്? അദാബും മുഹീൻ, തൻവീനേഷൻ മീമാണ്, ഇവിടെ ഇതാമുണ്ട്, ഉന്നത്തുണ്ട്. അതേപോലെ ഖൈറയ്യറ, തൻവീനേഷൻ യാ വന്നു, ഇദ്ഗാമാണ്, ഇദ്ഗാംബികുന്ന. ഇവിടെ മാത്രമാണ് ഉന്നത്ത് ചെയ്യാതെ ഓതിയിട്ടുള്ളത് തൻവീനിന്. മുഹമ്മദുർ റസൂലുള്ളാഹ്, തൻവീന ഷ്റാ വന്നു, ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാഹ്. 25 നൂനിനെ മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്യൽ. ഇത് ഏത് നിയമമാണ്? ഓപ്ഷൻസ്: ഇൽഹാർ, ഇഖ്ലാബ്, ഇദ്ഗാം, ഇഖ്ഫാ. നൂനിനെ മീമാക്കി മാറ്റിമറിക്കൽ ഇഖ്ലാബാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 26ാമത്തെ ചോദ്യം. യൗമൻ ഫഖീല. ഈ ഉദാഹരണം ഏത് നിയമത്തിൻ്റെതാണ്? ഓപ്ഷൻസ്: ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇഖ്ലാബ്. നമുക്കത് എങ്ങനെ വന്ന് നോക്കാം. യൗമൻ ഫഖീല. ഇവിടെ തൻവീന് ശേഷം ഏത് അക്ഷരം വന്നത് നോക്കുക. ഏതാ വന്നത്? സ ആണ്. അപ്പൊ സ ന്റെ അക്ഷരാണ്, ഇഖ്ഫാന്റെ അക്ഷരാണ്. ഇൽഹാറിൽപ്പെട്ട 6 അക്ഷരത്തിൽപ്പെട്ടതല്ല, ഇദ്ഗാമിന്റെ 4 അക്ഷരത്തിൽപ്പെട്ടതല്ല,
ഇഖ്ലാബിന് ആകെ ബ ഉള്ളൂ, ബ അല്ല. ഏതാണ്? ഫ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇഖ്ഫ തന്നെയാണ്. ഉത്തരം ഇഖ്ഫ. 27 ആയത്തുൽ കുർസി ഉൾപ്പെട്ട സൂറത്ത്. ഏത് സൂറത്തിലാണ് ആയത്തുൽ കുർസി ഉള്ളത്? ഏതിലാണ്? ഓപ്ഷൻസ് നോക്കാം. ബഖറ, സജദ, യാസീന്, മുൽക്ക്. ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറയാണ്. അടുത്ത ചോദ്യം, അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുകയില്ല. ആർക്കാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാത്തത്? ഓപ്ഷൻസ് നോക്കാം. കടം കൊടുക്കാത്തവരുള്ള സമൂഹത്തിൽ, കുടുംബ ബന്ധം മുറിക്കുന്നവരുള്ള സമൂഹത്തിൽ, സക്കാത്ത് വാങ്ങാത്തവരുള്ള സമൂഹത്തിൽ, പലിശ വാങ്ങാത്തവരുടെ സമൂഹത്തിൽ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കുടുംബ ബന്ധം മുറിക്കുന്നവരുള്ള സമൂഹത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുകയില്ല. അടുത്ത ചോദ്യം, 30 ഏടുകൾ നൽകപ്പെട്ട നബി. ഏത് നബിക്കാണ് താഴെ കൊടുത്തവയിൽ 30 ഏടുകൾ ലഭിച്ചത്? ഓപ്ഷൻസ് നോക്കാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഷീസ് നബി അലൈഹിസ്സലാം, ആദ നബി അലൈഹിസ്സലാം. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാമിനാണ് അള്ളാഹു താല 30 ഏടുകൾ നൽകിയത്. 30 സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്നവരാരാണ്? ആരാണ്? ഓപ്ഷൻസ് നോക്കാം. വെള്ളിയാഴ്ച കുളിക്കുന്നവര്, സദാ വുളു ഉള്ളവര് അഥവാ എപ്പോഴും വുളു ഉള്ള ആളുകള്, അടുത്തത് വുളുവിന് ശേഷമുള്ള ദുആ ചെയ്യുന്നവര്, അതേപോലെ മിസ്വാക്ക് ചെയ്യുന്നവര്, ബ്രഷ് ചെയ്യുന്നവര്. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്. വുളുവിന് ശേഷമുള്ള ദുആ. ഈ ദുആ ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ അവന് പ്രവേശിക്കാൻ സാധിക്കും. മദ്രസയിലെ പാഠങ്ങളിൽ നിന്നുള്ള മോഡൽ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് സ്കൂളിലെ മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. 3ാം ക്ലാസ്സിലെ. അതിലൊന്ന്, വാട്ട് ആർ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ്? ഒരു ചെടിയുടെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ അഥവാ വേര്, തണ്ട്, ഇല, പൂവ്. റൂട്ട്, സ്റ്റോണ്, വാട്ടർ, ഫ്രൂട്ട്. വേര്, കല്ല്, വെള്ളം, ഫലം. ഓപ്ഷൻ സി സ്റ്റെമ്മ്, ലീഫ്, വാട്ടർ, സണ്ണ് അഥവാ തണ്ട്, ഇല, വെള്ളം, സൂര്യൻ. ഓപ്ഷൻ ഡി ഫ്ലവർ, സ്റ്റോണ്, ലീഫ്, റൂട്ട്. പൂവ്, കല്ല്, ഇല, വേര്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ അഥവാ വേര്, തണ്ട്, ഇല, പൂവ്. അടുത്ത ചോദ്യം, വൈ ഡു വി നീഡ് ടു ഡ്രിങ്ക് ക്ലീൻ വാട്ടർ? ശുദ്ധമായ വെള്ളം കുടിക്കണം എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് നോക്കാം. ടു സ്റ്റേ ക്ലീൻ, വൃത്തിയായി തുടരാൻ. ടു സ്റ്റേ ഹെൽത്തി ആൻഡ് അവോയ്ഡ് ഡിസീസസ്, ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ ഒഴിവാക്കാനും. അതേപോലെ ടു ഗ്രോ ടാളർ, ഉയരത്തിൽ വളരാൻ. ടു ബിക്കം സ്ട്രോങ്, ശക്തനാകാൻ. ഏതാണ്? ടു സ്റ്റേ ഹെൽത്തി ആൻഡ് അവോയ്ഡ് ഡിസീസസ്, ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ ഒഴിവാക്കാനും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, നെയിം എനി 3 ക്രിയേറ്റേഴ്സ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ. ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും 3 ജീവികളുടെ പേര് നൽകുക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡോഗ്, കാറ്റ്, കൗ, നായ, പൂച്ച, പശു. ഫിഷ്, ഡോൾഫിൻ, വെയില്, മത്സ്യം, ഡോൾഫിൻ, തിമിംഗലം. സി ലയണ്, ടൈഗർ, എലഫന്റ്. സിംഹം, കടുവ, ആന. ഡി ഈഗിൾ, സ്പാരോ, ക്രൗ, കഴുകൻ, കുരുവി, കാക്ക. ഇതിന്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ്? നായ, പൂച്ച, പശു അല്ല, കരയിലാണ്. ജലത്തിൽ ഏതൊക്കെയാണ്? ഫിഷ്, ഡോൾഫിൻ, വെയിൽ അഥവാ മത്സ്യം, ഡോൾഫിൻ, തിമിംഗലം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് പെട്ടെന്ന് നമുക്ക് അറിയാലോ, കണ്ടാൽ തന്നെ അറിയാലേ. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ഇൻ എ പ്ലാന്റ്? ഒരു ചെടിയിലെ വേരുകളുടെ പ്രവർത്തനം എന്താണ്? എന്ത് പ്രവർത്തനമാണ് വേരുകൾ ചെടിയിൽ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ടു മേക്ക് ഫുഡ്, ഭക്ഷണം ഉണ്ടാക്കുക. ഓപ്ഷൻ ബി ടു അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ, മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യൽ. അതുപോലെ ഓപ്ഷൻ സി ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ്, പൂക്കൾ ഉൽപ്പാദിപ്പിക്കൽ. ടു ഗ്രോ ടോളർ, ഉയരത്തിൽ വളരൽ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ടു അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ, മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യലാണ് ഒരു ചെടിയിലെ വേരുകളുടെ പ്രവർത്തനം. 35 ഹൂ ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ? നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മഹാത്മാഗാന്ധി. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരാണ്. അടുത്തത്, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള? കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം. ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം, ട്രിവാൻഡ്രം. 37
വിച്ച് ഈസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഓപ്ഷൻസ് ക്രൗ കാക്ക, ഓപ്ഷൻ ബി പീകോക്ക് മയില്, സ്പാരോ കുരുവി, ഈഗിൾ പരുന്ത്. ഏതാണ്? ഓപ്ഷൻ ബി പീകോക്ക് മയിലാണ് ആൻസർ. 38 വാട്ട് ഈസ് ദ നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻസ് എലഫന്റ്, ലയൺ, ടൈഗർ, പീകോക്ക്. ഓപ്ഷൻ സി ടൈഗർ കടുവയാണ് ആൻസർ. 39 വിച്ച് ഈസ് ദ നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പഴം ഏതാണ്? ഓപ്ഷൻസ് ആപ്പിൾ, ബനാന, മാംഗോ, ഓറഞ്ച്. ഓപ്ഷൻ സി മാംഗോ മാമ്പഴമാണ് ആൻസർ. 40 വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി. ഓപ്ഷൻ ഡി ന്യൂഡൽഹി ആണ് ആൻസർ. 41 വിച്ച് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഓപ്ഷൻസ് റോസ്, സൺഫ്ലവർ, ലോട്ടസ്, മെരിഗോൾഡ്. ഏതാണ്? ഓപ്ഷൻ സി ലോട്ടസ് താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. 42 ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻസ് പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു, APJ അബ്ദുൽ കലാം. ഏതാണ്? ഓപ്ഷൻ സി ദ്രൗപദി മുർമു. 43 വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ബിഗ്? ബിഗ് അഥവാ വലിയത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിപരീതം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ലാർജ്, സ്മോള്, ടോള്, ജയന്റ്. ഓപ്ഷൻ ബി സ്മോൾ ചെറുത്. 44 വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് കാറ്റ്? കാറ്റ് എന്നതിന്റെ പ്ലൂറൽ ഫോം കണ്ടെത്താനാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം അഥവാ കാറ്റ് പൂച്ച. പൂച്ചകൾ എന്നുള്ളതിന് എന്താ പറയാ? ഓപ്ഷൻസ് നോക്കാം. കാറ്റ്, കാറ്റ്സ്, കാറ്റ്സ്, കേറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കാറ്റ്സ്. 45 ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഹാപ്പി എന്നതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് കണ്ടെത്താനാണ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. HAPPY ആണ് ഹാപ്പിയുടെ സ്പെല്ലിംഗ്. 46 വിച്ച് സെന്റൻസ് ഈസ് എ ക്വസ്റ്റ്യൻ? താഴെ കൊടുത്ത ഉദാഹരണങ്ങളിൽ ഏതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടില്ല. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെന്റൻസ് കണ്ടെത്താനാണ്. ഓപ്ഷൻ എ ഏതാണ്? ദ സൺ ഈസ് ബ്രൈറ്റ്. ദ സൺ ഈസ് ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ തിളങ്ങുന്നു. ഐ ലൈക്ക് ടു പ്ലേ. ഞാൻ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആർ യു റെഡി? നീ റെഡിയാണോ? ഷീ റൺസ് ഫാസ്റ്റ്. അവൾ വേഗത്തിൽ ഓടുന്നു. ആർ യു റെഡി? നീ റെഡിയാണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 47 കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് 15 മൈനസ് 3? 15 കുറക്കണം 3 എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 11, 12, 13, 14. 15ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 12 ആണ്. 48 വാട്ട് ഈസ് 2 പ്ലസ് 5 മൈനസ് 4? 2 കൂട്ടണം 5 കുറക്കണം 4. ആദ്യം 5ലേക്ക് 2 കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് 4 കുറക്കുക. 2ലേക്ക് 5 കൂട്ടിയാൽ 7. 7ൽ നിന്ന് 4 കുറച്ചാൽ ഏതാ വരിക? 6 അല്ല, 7 അല്ല, 3 ആണ് ആൻസർ. 9 അല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. 49 വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ 10, 8, 6 ഡാഷ്? ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 5, 7, 4, 9. ഇവിടെ 4 ഉത്തരം വന്നിട്ടുള്ളത്. എങ്ങനെ നോക്കാം? 10ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 8. 8ൽ നിന്ന് 2 കുറച്ചാൽ 6. 6ൽ നിന്ന് 2 കുറച്ചാൽ 4. ഓക്കെ. അവസാന ചോദ്യം വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ആഫ്റ്റർ 29? 29ന് ശേഷമുള്ള സംഖ്യ ഏതാണെന്നുള്ളതാണ്. 29ന് ശേഷം ഏതാണ്? 28 അല്ല, 29 അല്ല, 30 ആണല്ലേ. 29, 30, 31. 31 അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മോഡൽ ചോദ്യങ്ങളായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പഠിച്ചതിന് പുറമെ നമ്മുടെ 3ാം ക്ലാസ്സിലെ സ്കൂളിലെയും മദ്രസയിലെയും പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയും എല്ലാ സംശയങ്ങളും തീർത്ത് ഓരോ വർക്കുകളൊക്കെ ചെയ്തു തന്നെ എഴുതി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.